അറിയുന്നു നിമിഷമേ നിന്നെ ഞാൻ. എന്റെ ഈ മനമിടറി ഉടലൊടുവിൽ ഇളകൊള്ളും ഈ ധന്യവേളയിൽ എന്തിനെന്നറിയാതെ എന്തിനോ തേടി ഒരു മരുഭൂവിനറുതിയിൽ പച്ചക്കുട ചൂടി നിൽക്കും നിമിഷമേ അറിയുന്നു നിന്നെ ഞാൻ. ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ കവിതകൾ വീണ്ടും നാമ്പെടുക്കാൻ തുടങ്ങി. എഴുതിയോ? എഴുതി, മനസ്സ് തുറന്നെഴുതി. ഈ ചുറ്റുപാടിൽ ദാസേട്ടൻ എഴുതാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മുമ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അനുഭൂതികൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഈ ഓർമ്മകൾ എന്നുമെന്നും ഞാൻ ഓമനിക്കും. ഞാൻ പോട്ടെ. എന്താ തിടുക്കമായോ? ഡ്യൂട്ടി കഴിഞ്ഞു. എന്നെ കാണാൻ വരുന്നതും ഒരു ഡ്യൂട്ടി ആയിട്ടാണോ കണക്കാക്കുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടൈം കഴിഞ്ഞു നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ? അപ്പോ ഇനി മാലതിയെ കാണാൻ വിരസമായി പകല് മുഴുവൻ ഞാൻ തള്ളി നീക്കണം അല്ലേ? ദാസേട്ടന് ഇന്ന് പോകാന്ന് ഡോക്ടർ പറഞ്ഞു. നേര് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. കഥ ശാത്ത. ശരി സാർ. മാഷ് കൂടി ഇരിക്കും. കൊള്ളാം അല്ലേ മാഷേ? ആ അലവലാതി ഹോട്ടലിലെ താമസവും ഭക്ഷണവും ഒക്കെയാ മാഷ ഇത്രയും കുഴപ്പത്തിലാക്കി. ആശുപത്രി വരെ എത്തിച്ചു. എന്നാലും ദോഷമൊന്നും വന്നില്ല. അല്ല, മാഷ് എന്ത് തീരുമാനിച്ചു? എന്ത്? മാലതിയുടെ കാര്യത്തിൽ മാഷ് എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? അപ്പൊ ഇതുവരെ കാണിച്ച കളിത മാഷ. അപ്പൊ എന്തെന്നെ പേടിപ്പിക്കണേ? പേടിപ്പിക്കല്ല, നമുക്കിനി അധികം സമയമില്ല. ഈ രാത്രി നിർണായകമാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട രാത്രി. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? വീട്ടുകാരൊക്കെ ഇട്ടെന്ന് ആലോചിച്ചിട്ട്. വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ടാണോ മാഷു മാലതിയെ പ്രേമിച്ചത്? അതിന് ഞാൻ മാലതിയെ കൈവിടുന്നില്ലല്ലോ. മനഃപൂർവ്വം കൈവിട്ടില്ലെങ്കിലും സാഹചര്യം കൊണ്ട് നഷ്ടപ്പെട്ടാൽ ഒരു പാവപ്പെട്ട പെൺസിക്കുക. അപ്പോ ഒന്ന് വ്യക്തമായിട്ട് പറയൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നാളെ മാലതിയുടെയും മാഷുടെയും വിവാഹമാണ്. രജിസ്റ്റർ വിവാഹം. നാളെയോ? എന്താ, മാലതിയെ കെട്ടാൻ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അറിയിച്ചേക്കാം. മാലതിയില്ലാത്തൊരു ജീവിതത്തെ പറ്റി സങ്കല്പിക്കാൻ കൂടി എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ മാഷ് വിദ്യാഭ്യാസമുള്ളവനാണ്, വിവേകശാലിയാണ്, സംസ്കാര സമ്പന്നനാണ്, ജനമറിയുന്ന കവിയാണ്. പക്ഷെ ഒരു പെൺകുട്ടി കാണിക്കുന്ന ധൈര്യം പോലും മാഷക്കില്ല എന്ന് പറഞ്ഞാൽ അത് മഹാ കഷ്ടമാണ് മാഷെ. നാളെ നടന്നില്ലെങ്കിൽ ഇനി ഈ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ എന്ത് വേണമെന്ന് അപ്പു പറയൂ. ആഘോഷപൂർവ്വമുള്ളൊരു കല്യാണം വേണ്ടത്ര സമയമെടുത്ത് നാട്ടിൽ പോയി നടത്തിക്കൊള്ളൂ. നാളത്തെ ഈ ചടങ്ങ് ആ കുട്ടിക്കൊരു ഉറപ്പിന് വേണ്ടി മാത്രമാണ്. തൽക്കാലം ഇത് മറ്റാരും അറിയുന്നില്ല, അമ്മണിക്കുട്ടി പോലും. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാൻ പോയി എല്ലാം ഏർപ്പാട് ചെയ്യാം. മാഷ് ഒരു 1000 രൂപയും എടുത്തട്ടെ. കൂടുതലുണ്ടല്ലോ. കണക്കൊക്കെ പിന്നെ പറയാം.
Dr. Shankar Nair here. Can I speak to Miss Maladi? Yes. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മാലതി അല്ലേ? ഞാൻ ഡോക്ടറല്ല. ഡോക്ടറല്ല, അപ്പുവാണ്. അപ്പു. ഇങ്ങോട്ടൊന്നും പറയണ്ട. അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ മതി. അടുത്ത് വേറെ വല്ലതും നിപ്പുണ്ടെങ്കിൽ അവർക്ക് പോലും സംശയം തോന്നരുത്. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് മൂളിയാ മതി. കൃത്യം 10:30 ഹോസ്റ്റലിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള റോഡിൽ ഞാൻ ഒരു ടാക്സി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നേരെ വരിക. ഒന്നും മിണ്ടുവോ നോക്കുകയോ പോലും ചെയ്യാതെ പിൻസീറ്റ് കയറിയിരിക്കുക. ഓക്കെ? വന്നില്ലെങ്കിൽ സംഗതി അപകടമാണ്. கொஞ்சம் பேச வேண்டியிருக்கு. அந்த ஓரத்துல போய் உட்காரு. നാടും വീടും വിട്ട് അന്യനാട്ടിൽ വന്ന് ജോലി ചെയ്ത് മാന്യമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു പെൺകുട്ടിയുടെ സമ്പാദ്യം അവളുടെ സൽപ്പേരാണ്. അതിന് മങ്ങലേൽക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. മാലതിയുടെ ഒരു മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യങ്ങൾ വിസ്തരിച്ചു പറയാൻ ഇനി സമയമില്ല. ഇനി ഒരു നിമിഷം പോലും മാലതിയെ പിരിഞ്ഞിരിക്കാൻ മാസ്റ്റർക്ക് സാധ്യമല്ല. അദ്ദേഹം വിദ്യാഭ്യാസമുള്ളവനാണ്, വിവേകശാലിയാണ്, സംസ്കാര സമ്പന്നനാണ്, ജനമറിയുന്ന കവിയാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. പുകവലിക്കില്ല, മുറുക്കില്ല, പൊടിവലിക്കില്ല. മദ്യത്തിന്റെ മണം എന്തെന്ന് പോലും ആ മനുഷ്യനറിയില്ല. ഇക്കാലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വന്നു കയറുന്ന ഭാഗ്യം വേണ്ടെന്ന് വെക്കാൻ ഒരു നിമിഷം മതി കുട്ടി. വേണമെന്ന് തോന്നുമ്പോ കിട്ടിയെന്നും വരില്ല. അതുകൊണ്ട് ഈ ചേട്ടൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. 4 പേരറിയുള്ള ഒരു വിവാഹം ആഘോഷപൂർവ്വം നാട്ടിൽ പോയി നടത്തിക്കൊള്ളൂ. ഇന്ന് നടക്കാൻ പോകുന്ന രജിസ്റ്റർ മാരേജ് മാസ്റ്റർക്ക് ഉറപ്പിന് വേണ്ടി മാത്രമാണ്. രജിസ്റ്റർ മാരേജോ? ഈ ചോദ്യത്തിലുള്ള മറുപടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. വേണ്ട, ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. പക്ഷെ ഒരേ ഒരു ചോദ്യം മാത്രം. അദ്ദേഹത്തെ കൈവിടാൻ മാലതിക്ക് കഴിയുമോ? കഴിയുമോ മാലതി? പറയൂ, ഇപ്പൊ പറയൂ. വിളിച്ചുകൊണ്ട് വന്നതുപോലെ തിരിച്ചുകൊണ്ട് വിടാനും ഞാൻ തയ്യാറാണ്. ഡ്രൈവർ, വണ്ടി തിരിച്ചുവിടും. തിരിച്ചുവിടട്ടെ? പറയൂ, വണ്ടി തിരിച്ചുവിടും. ഈ സമയത്ത് ഒരു തീരുമാനമെടുക്കാൻ മാലതിക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, ഈ ചേട്ടൻ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഡ്രൈവർ, വണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകട്ടെ. വന്നാട്ടെ, വന്നാട്ടെ. വലത്തുകാല, റൈറ്റ് ലെഗ്. പോന്നോട്ടെ, പോന്നോട്ടെ. ഈശ്വര ഭഗവാനേ, அங்கே வச்சுட்டு நீங்க வெளியில போய் உட்காரு. கதையை சாப்பிடு. ഇതൊക്കെ ചെയ്തു തരാൻ നിങ്ങൾക്ക് ആരാ ഇവിടെ ഉള്ളത്? ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ചടങ്ങുകളെല്ലാം ചിട്ടപ്പടി നടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പാല്, ഫ്രൂട്ട്സ് ഐറ്റംസ്, പൂമെത്ത. പൂമെത്താന്നൊക്കെ നിങ്ങൾ കവികള് പാടാറല്ലേ ഉള്ളൂ. അതാ ഇത്. ഞാനതങ്ങ് പ്രാവർത്തികമാക്കി. രണ്ടുപേരും ഒന്നടുത്തേക്ക് വരൂ, വരൂ. എനിക്കൊന്ന് അനുഗ്രഹിക്കണം. വരൂ, പ്ലീസ്, പ്ലീസ്, വരൂ. ദീർഘസുമംഗലീ ഭവ. മാലതി,
ഇപ്പോ പകൽ അധികം നേരം ഇവിടെ ചുറ്റണ്ട. നേരെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ. ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരൂ. ഇന്നത്തെ രാത്രി നാളത്തെ രാത്രിയല്ല, ഇന്നത്തെ രാത്രിയാണ് രാത്രി. നാളത്തെ കാര്യം അത് നാളെ കാലത്ത് പറയാം. ആ, ഇനി ഇതാരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടാവും. എന്നാ അതല്ല, ആരറിഞ്ഞാലും അപകടമാണ്. അമ്മണിക്കുട്ടി അറിഞ്ഞാൽ കൂടുതൽ അപകടമാണ്.